ഇറ്റ്സ് മീ ഗോപു ചിന്തൂലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നവരാത്രിയുടെ രണ്ടാം ദിവസമാണ് അല്ലേ? നവരാത്രിയുടെ രണ്ടാം ദിവസമായ ഇന്ന് നാം ആരാധിക്കുന്നത് ദുർഗാദേവിയുടെ മറ്റൊരു രൂപമായ മാ ബ്രഹ്മചാരിണിയെയാണ്. ദുർഗാദേവിയുടെ ആദ്യ രൂപമായ മാ ശൈലപുത്രിയാണ് നമ്മൾ നവരാത്രിയുടെ പ്രഥമ ദിനം ആരാധിക്കുന്നത്. അപ്പോൾ മാ ശൈലപുത്രിയുടെ കഥ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലുണ്ട്. ആ വീഡിയോ കാണാതെ വന്നവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. മാത്രവുമല്ല, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാ ബ്രഹ്മചാരിണി ദേവിയുടെ കഥ എന്താണെന്ന് കേൾക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഹിമാലയത്തിൻ്റെ രാജാവായ ഹിമാവാന്റെയും മേനാവതിയുടെയും മകളായി പാർവതി ദേവി പുനർജനിച്ചു. പാർവതി ദേവിക്ക് കുട്ടിക്കാലം മുതലേ മഹാദേവനോട് അഗാധമായ പ്രണയമായിരുന്നു. മഹാദേവനും പറ്റു മാത്രമായിരുന്നു തൻ്റെ ഊണിലും ഉറക്കത്തിലുമുള്ള ചിന്ത. പക്ഷേ മഹാദേവനാവട്ടെ സതീദേവിയുടെ വിയോഗം കാരണം കഠിനമായ തപസ്സിലുമായിരുന്നു. ഒരു ദിവസം നാരദമുനി പാർവതി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ ജന്മവും പാർവതി ദേവിക്ക് മഹാദേവനെ സ്വന്തമാക്കാൻ കഴിയും, പക്ഷേ അതിനുവേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിക്കണമെന്ന്. മഹാദേവനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി എന്ത് തപസ് അനുഷ്ഠിക്കാനും താൻ തയ്യാറാണെന്ന് പാർവതി ദേവി അറിയിച്ചു. അങ്ങനെ പാർവതി ദേവി കഠിനമായ തപസ്സിൽ മുഴുകി. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്നൊരു തപസ്. ആദ്യത്തെ 1000 വർഷം പാർവതി ദേവി പഴങ്ങളും പൂക്കളും മാത്രം ഭക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള 1000 വർഷങ്ങൾ പാർവതി ദേവി പച്ചക്കറികൾ മാത്രം ഭക്ഷിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള 1000 വർഷങ്ങൾ പാർവതി ദേവി ഉണങ്ങിയ ഇലകൾ മാത്രം ഭക്ഷിച്ചു. 3000 വർഷങ്ങൾക്ക് ശേഷം പാർവതി ദേവി ഇലകളും ഉപേക്ഷിച്ചു, വെള്ളം ജലപാനം പോലും ഉപേക്ഷിച്ചു. ഒരു തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാതെ കഠിനമായ തപസ്സായി. അങ്ങനെ ഇലകൾ ഭക്ഷിക്കുന്നതും ഉപേക്ഷിച്ച പാർവതി ദേവിക്ക് അപർണ എന്ന പേര് വന്നു. ഒരു ദിവസം പാർവതി ദേവിയുടെ അമ്മ പാർവതി ദേവിയെ സന്ദർശിച്ചപ്പോൾ പാർവതി ദേവി ജലപാനം പോലും ഇല്ലാതെ പാർവതി ദേവി ക്ഷീണിച്ച് വളരെയധികം ക്ഷീണിതയായി കണ്ട പാർവതി ദേവിയുടെ അമ്മ മേനാവതി അയ്യോ ഉമ എന്ന് സംബോധന ചെയ്തു. അതാണ് പിന്നീട് പാർവതി ദേവിക്ക് ഉമ എന്ന നാമധേയവും വരാൻ കാരണമായത്. അത്തരത്തിൽ ഉള്ള കഠിനമായ ആ ഒരു തപസ് കാരണം ബ്രഹ്മദേവൻ പാർവതി ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും മഹാദേവൻ തീർച്ചയായും ഉമ്മയെ, അതായത് പാർവതി ദേവി വിവാഹം ചെയ്യുമെന്നുള്ള വരദാനം നൽകി. മഹാദേവനും പാർവതി ദേവിയുടെ ആ ഒരു കഠിന തപസ്സിൽ സംപ്രീതനായി. ബ്രഹ്മചാരിണി, ബ്രഹ്ം എന്നാൽ തപസ് അല്ലെങ്കിൽ തപസ്യ, ചാരിണി എന്ന് പറഞ്ഞാൽ സ്ത്രീയായ ഒരു ഭക്ത. അപ്പോൾ പാർവതി ദേവിയുടെ അത്രയും ആ ഒരു കഠിന തപസ്, അതിനെയാണ് ബ്രഹ്മചാരിണി, മാ ബ്രഹ്മചാരിണി എന്ന് പറയുന്ന ആ ഒരു രൂപത്തെ സൂചിപ്പിക്കുന്നത്. ദുർഗാദേവിയുടെ മറ്റൊരു രൂപമാണ് മാ ബ്രഹ്മചാരി. തൻ്റെ പ്രാണനായ മഹാദേവനെ സ്വന്തമാക്കാൻ വേണ്ടി പാർവതി ദേവി സ്വയം മറന്ന് കഠിനമായ ആ ഒരു തപസ് അനുഷ്ഠിച്ചു. അപാരമായ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും ഏകാന്തതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് മാ ബ്രഹ്മചാരിണി. ആ ബ്രഹ്മചാരിണി ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ കമണ്ഡലവുമാണ് ഏന്തുന്നത്. അപ്പോൾ നവരാത്രിയുടെ രണ്ടാം ദിവസം നമ്മൾ മാ ബ്രഹ്മചാരിണി ദേവിയാണ് ആരാധിക്കുന്നത്. അപ്പോൾ നവരാത്രി വ്രതമെടുക്കുന്ന ആൾക്കാർ മാ ബ്രഹ്മചാരിണിയെയാണ് കൂടുതൽ ധ്യാനിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വ്രതാനുഷ്ഠങ്ങളിൽ അവർക്ക് ഏകാഗ്രത നേടാനും അതുപോലെ തന്നെ അവർക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ലഭ്യമാകാനും മാ ബ്രഹ്മചാരിണി ദേവിയെ ആരാധിച്ചു പോരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ദുർഗാദേവിയുടെ രണ്ടാമത്തെ രൂപമായ മാ ബ്രഹ്മചാരിണി ദേവിയുടെ കഥ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.